മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. തിങ്കളാഴ്ച വൈകിട്ട് 3:20 അന്ത്യം. ഇന്ന് രാത്രി 8 തിരുവനന്തപുരത്ത് VSന്റെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം നാളെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം മറ്റന്നാൾ നടക്കും. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3:20 മരണം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു VS അച്യുതാനന്ദൻ. ജനപ്രിയ നേതാവിന്റെ വിയോഗത്തോടെ ഒരു പതിറ്റാണ്ട് നീണ്ട സംഭവ ബഹുലമായ ജീവിതത്തിനാണ് തിരശ്ശീല വീണത്. 1923 ഒക്ടോബർ 20 ആലപ്പുഴ നോർത്ത് പുന്നപ്രയിൽ ശങ്കരൻ അക്കമ്മ ദമ്പതികളുടെ മകനായാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്റെ ജനനം. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട അച്യുതാനന്ദന് 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് സമരം തന്നെയായിരുന്നു ജീവിതം. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. 1940 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പുന്നപ്ര വയലാർ സമരത്തിൽ സജീവമായി പങ്കെടുത്ത VSനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു. മരിച്ചെന്നു കരുതിയാണ് ഉപേക്ഷിച്ചത്. എന്നാൽ അവിടെ നിന്ന് കേരളത്തിന്റെ സമരചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായം തുടങ്ങുകയായിരുന്നു. 1964 പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 പേരിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ. 1980 മുതൽ 1992 വരെ തുടർച്ചയായി CPIM സംസ്ഥാന സെക്രട്ടറിയായി. 1985 CPIM പോളിറ്റ് ബ്യൂറോ അംഗമായി. 1967 അമ്പലപ്പുഴയിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. 1970 ജയം ആവർത്തിച്ചെങ്കിലും 77 പരാജയമറിഞ്ഞു. 1991 മാരാരിക്കുളത്ത് നിന്ന് നിയമസഭയിലേക്ക് തിരിച്ചെത്തി. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തോറ്റു. 2001 മലമ്പുഴയിലേക്ക് തട്ടകം മാറിയ VS പിന്നീട് പരാജയം അറിഞ്ഞിട്ടേയില്ല. 2001, 2006, 2011, 2016 കാലയളവിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2016 കേരളത്തിന്റെ 20ാമത് മുഖ്യമന്ത്രിയായി. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായും പ്രവർത്തിച്ചു. മലയാളികളെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്തിയ മുഖ്യമന്ത്രി, ഭരണകൂടത്തെ വിറപ്പിച്ച പ്രതിപക്ഷ നേതാവ്. പാർലമെന്ററി രംഗത്ത് VS തീർത്ത ചലനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. പാർട്ടിക്കകത്ത് വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ പോരാടിയ VSനെ നേതൃത്വം വേട്ടയാടിയപ്പോഴും ജനകീയ പിന്തുണയുടെ ബലത്തിലാണ് തിരിച്ചടിച്ചത്. പലപ്പോഴും മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചെങ്കിലും ജനങ്ങൾ ഇടപെട്ട് പാർട്ടിയുടെ നിലപാട് തിരുത്തി. അവസാന ശ്വാസം വരെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ്. VSന് മലയാളി നൽകിയ ഇടം ഇനിയൊരു നേതാവിന് ലഭിക്കുമോ എന്ന കാര്യം സംശയം തന്നെയാണ്. അടുത്തൊരു നൂറ്റാണ്ടിനു കൂടി കരുത്തു പകർന്നാണ് VS വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക്.